ഹലോ എവരിവൺ, വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി? എനിക്ക് നല്ല വിശപ്പ്, ഒബ്വിയസ്ലി വിശക്കുമല്ലോ, കാരണം 11-11:30 എണീറ്റപ്പം. അപ്പം നേരെ രാമേശ്വരം കഫേലോട്ട് വിട്ടു. അവിടെ ചെന്ന് കോഫിയും ബൂസ്റ്റും പൊടി ഇഡ്ഡലി, ഘീ പൊടി മസാല ദോശ ആൻഡ് ചിത്രാന്ന എന്ന് പറഞ്ഞാൽ ലെമൺ റൈസ്. ഇവിടുത്തെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എൻ്റെ കോളേജ് ടൈമിൽ എൻ്റെ ഹോസ്റ്റലിൽ അത് എപ്പോഴും തരുമായിരുന്നു രാവിലെ. പക്ഷേ എന്നും കഴിച്ചില്ലെങ്കിലും വല്ലപ്പോഴും പോയി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് അതെല്ലാം ഓർഡർ ചെയ്ത് സാധനം എല്ലാം മേടിച്ച് വെച്ചു, എന്നിട്ട് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ മസാല ദോശ തുറന്നു. എന്താ ഗീയുടെ സ്മെല്ലും ഫുള്ള് ആ ഒരു പൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലാണ് മസാല വെച്ചേക്കുന്നത്. നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ അതിൻ്റെ ക്രിസ്പിനെസ് കേൾപ്പിച്ചുതരാം. അപ്പം ഈ ക്രിസ്പി ദോശ, ആ ദോശ ഇങ്ങോട്ട് എടുത്ത് ആ വൈറ്റ് ചട്നിയിലും കൂടെ മുക്കി കഴിഞ്ഞപ്പോൾ എന്താ ടേസ്റ്റ്. ഇനി ആ റെഡ് ചട്നി നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് ദോശ എടുത്ത് ആ റെഡ് ചട്നിയിലും കൂടെ മുക്കി വായിൽ വെച്ചപ്പോൾ എൻ്റെ സാറേ, എനിക്ക് റെഡ് ചട്നിയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ആ വൈറ്റ് ചട്നിയെ കാട്ടി. പിന്നെ വീണ്ടും ഒരു പീസ് ദോശ. ഇനി ആ സാമ്പാർ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് കുറച്ച് മധുരമുള്ള സാമ്പാറാണ്, പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ മല്ലൂസിന് ഇഷ്ടപ്പെടുന്ന തരം ടേസ്റ്റാണ്. നല്ല സാമ്പാറായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും നല്ല സാമ്പാർ വേറെ എങ്ങൊന്നും കഴിച്ചിട്ടില്ല. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ സാമ്പാർ കിട്ടൂലേ, ഇത്രയും നല്ല സാമ്പാർ വേറെ എങ്ങൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ ആ ചിത്രാന്ന അല്ലെങ്കിൽ ആ ലെമൺ റൈസ് കഴിക്കാനായിട്ട് തുടങ്ങി. അതങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതെനിക്ക് അതിൻ്റെ ഷേപ്പ് കളയാനൊരു ബുദ്ധിമുട്ട്. നല്ല ആ ഒരു ഷേപ്പിലല്ലേ വെച്ചേക്കണേ. അങ്ങനെ കുറച്ച് അച്ചാറും കുറച്ച് ചട്നിയും ആ റൈസും അങ്ങോട്ട് വായി വെച്ചപ്പോൾ എൻ്റെ സാറേ, എനിക്ക് ആ നൊസ്റ്റാൾജിയിലോട്ട് ഞാനങ്ങ് പോയി. കോളേജിൽ കിട്ടുന്നതിനെക്കാട്ടി അടിപൊളി കേട്ടോ. കുറച്ച് കൂടുതൽ ഓയിലുണ്ട്, പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബൂസ്റ്റാണ് കുടിക്കുന്നത്, കാരണം ഞാൻ ചായയോ കോഫിയോ കുടിക്കാറില്ല. ബൂസ്റ്റ് ആസ് യൂഷ്വൽ ബൂസ്റ്റ് പോലെ തന്നെ ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഘീ പൊടി ഇഡ്ഡലി എനിക്കിഷ്ടമല്ല. അതെന്താണെന്ന് എനിക്കറിയണം. എനിക്ക് കൊച്ചിലെ മുതലേ ഇഡ്ഡലി ഇഷ്ടമല്ല. ദോശയും എനിക്ക് ഇഡ്ഡലിനെക്കാട്ടി ബെറ്ററായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്ന ദോശയാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ദോശ കഴിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്തു, ഇഡ്ഡലി ആ ചട്നി ആയിട്ട്. എനിക്കെന്തോ അത്ര ഇഷ്ടമായില്ല, കാരണം ഞാനൊരു ഇഡ്ഡലി ലവർ അല്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ഇഷ്ടമാവണം എന്നില്ല, ആവാതിരിക്കണം എന്നില്ല. എനിക്കിഷ്ടമല്ല അങ്ങനെ. അങ്ങനെ ആ ക്രിസ്പിനെസ് ഒക്കെ കേട്ടല്ലോ, അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. ബൈ.